സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടനെ വേണ്ടെന്ന തീരുമാനത്തിലാണ് മൂന്ന് മുന്നണികളും. നാളെ ഇടതുമുന്നണി യോഗം ചേരുമെങ്കിലും സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കില്ല. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിനുള്ള സബ് കമ്മിറ്റിയെ തീരുമാനിക്കും. പ്രതിപക്ഷ നേതാവിന്റെ യാത്ര പൂർത്തിയായതിനു ശേഷം മാർച്ച് ആദ്യവാരത്തിൽ ഒന്നാംഘട്ട സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ മതിയെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം UDF-നുള്ളിൽ ഉഭയകക്ഷി ചർച്ചകൾ നാളെ മുതൽ പുനരാരംഭിക്കും. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, ഈ മാർച്ച് ആദ്യവാരം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഈ വോട്ടെടുപ്പൊക്കെ ഏപ്രിൽ അവസാന ഘട്ടത്തിലേക്ക് വരുമെന്നാണ് കണക്കുകൂട്ടലുകൾ. ആ മൂന്ന് മുന്നണികളുടെ മുന്നിലും സീറ്റ് വിഭജനം, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയം, പ്രകടന പത്രിക, അങ്ങനെ ഒട്ടേറെ കടമ്പകളൊക്കെയുണ്ട്. എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും കണക്കുകൂട്ടലുകളും സാധ്യതകളും ചർച്ചകളും ഒക്കെ മുന്നോട്ട് പോകുന്നത്? അമ്പിളി, അത് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയെങ്കിലും പക്ഷെ ഔദ്യോഗികമായ പ്രഖ്യാപനം വൈകിയും മതി എന്ന രീതിയിലാണ് മൂന്ന് മുന്നണികളും തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് വൈകും. നേരത്തെ തെരഞ്ഞെടുപ്പ് ഒരു മാർച്ച് ആദ്യവാരം എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ അറിയുന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വൈകാനൊരു സാധ്യതയാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വിജ്ഞാപനമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ വിജ്ഞാപനത്തോടനുബന്ധിച്ച് മതി എന്നാണ് ഏറെക്കുറെ മൂന്ന് മുന്നണികളും തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇടതുമുന്നണി യോഗം നാളെ ചേരുമ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കൊന്നും കടക്കുന്നില്ല. മുന്നണി യോഗത്തിൽ, അതായത് ഉഭയകക്ഷി ചർച്ചകളൊക്കെ കഴിഞ്ഞ ശേഷം മതി സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ, സീറ്റ് വിഭജനത്തിലേക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും ഒക്കെ കടന്നാൽ മതിയെന്നാണ് LDF-ൽ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നാളെ LDF ചേരുമ്പോൾ ഈ പ്രകടന പത്രികയിലെ സബ് കമ്മിറ്റിയെ തീരുമാനിക്കും. അതോടൊപ്പം തന്നെ സീറ്റുകളുടെ ഒരു ധാരണയൊക്കെ ഉണ്ടാക്കും. നമുക്കറിയാം CPM കഴിഞ്ഞ തവണ 86-ലും CPI 25-ഇടത്തും കേരള കോൺഗ്രസ് 12 ഇടങ്ങളിലുമാണ് മത്സരിച്ചത്. ഇത്തവണ അതിൽ വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. കേരള കോൺഗ്രസ് ഒരു സീറ്റ് അധികമായി ആവശ്യപ്പെട്ട് രംഗത്തുണ്ടെങ്കിൽ പോലും അത്തരം ചർച്ചകളൊക്കെ പിന്നീട് മതി എന്ന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് CPM ഇടതുമുന്നണി. മറുഭാഗത്ത് കോൺഗ്രസ് ആകട്ടെ വളരെ നേരത്തെ പ്രഖ്യാപിക്കാം ഒന്നാം ഘട്ടം എന്നൊക്കെ തീരുമാനിച്ചെങ്കിലും ഇപ്പോൾ ഈ വിജ്ഞാപനം വൈകുന്നത് കൊണ്ട് അതിനുശേഷം മതി എന്നാണ് കോൺഗ്രസ് തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ യാത്രയ്ക്ക് ശേഷമായിരിക്കും ഒന്നാം ഘട്ട പ്രഖ്യാപനം ഉണ്ടാകുക. പക്ഷേ അതിനു മുമ്പ് ഉഭയകക്ഷി ചർച്ചകളൊക്കെ തന്നെയും പൂർത്തിയാക്കും. അപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കേരള കോൺഗ്രസുമായും RSPയുമായുള്ള ചർച്ചകളൊക്കെ നടക്കുകയാണ്. ഒപ്പം മുസ്ലിം ലീഗുമായുള്ള ചർച്ചകൾ ഏറെക്കുറെ ഈ ആഴ്ച കൊണ്ട് പൂർത്തിയാക്കാനാണ് തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. BJP തന്നെയാണ്. BJP രാജീവ് ചന്ദ്രശേഖർ ഇന്ന് നേമത്ത് അദ്ദേഹം ചുമരെഴുത്തിനൊക്കെ തുടക്കം കുറിച്ചു. പേരെഴുതാതെ സ്ഥാനാർത്ഥിയുടെ പേര് എഴുതിയില്ലാന്ന് മാത്രമേ ഉള്ളൂ. പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ BJP സംബന്ധിച്ച് എവിടെയൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെന്ന് ധാരണയുറപ്പിച്ച് കളത്തിലിറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ അത് കഴിഞ്ഞ് മതി എന്നാണ് ഏറെക്കുറെ മൂന്ന് മുന്നണികളുടെയും ഒരു തീരുമാനം. അമ്പിളി.